പരിശുദ്ധ ബൈബിളിലെ സംഭവ വിവരണങ്ങൾക്ക് ആധികാരികത പകർന്നുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഗത്ത് നഗരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. നഗരത്തിലെ ഇഷ്ടികകൾ പരിശോധിക്കാൻ ഇസ്രായേലി ഗവേഷകർ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് 2 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്ന പ്രകാരം ഗത്ത് നഗരം നശിപ്പിക്കപ്പെട്ടതിന്റെ സുപ്രധാന കണ്ടെത്തലുകൾക്ക് വഴിതെളിച്ചത്. യോവാഷ് രാജാവിന്റെ യൂദ ഭരണകാലത്ത്, അതായത് BC 835 മുതൽ 796 വരെയുള്ള കാലയളവിനെ ചിത്രീകരിക്കുന്ന 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ സിറിയ രാജാവായ ഹസായേൽ നടത്തുന്ന ആക്രമണത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അന്ന് ഫിലിസ്തീൻ നഗരമായ ഗത്ത് കൊള്ളയടിച്ചതായാണ് പരിശുദ്ധ ബൈബിൾ വിവരിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന അവശിഷ്ടങ്ങൾ ഇസ്രായേലി പുരാവസ്തു ഗവേഷകർ പഠന വിധേയമാക്കുകയും ഗത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുകയുമായിരുന്നു. പഠനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ +1 എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന ഇഷ്ടികകളുടെ കാന്തികവൽക്കരണം പഠിച്ചാണ് ഗവേഷകർ തങ്ങളുടെ കണ്ടെത്തലിലേക്ക് എത്തിയത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുരാവസ്തു ഗവേഷകർ ഇഷ്ടികകൾ അവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ ഉയർന്ന താപനിലയ്ക്ക് വിധേയമായിട്ടുള്ളതായി കണ്ടെത്തി. തീവ്രമായ അഗ്നിബാധയ്ക്ക് അവ വിധേയമാക്കപ്പെട്ടു എന്ന വസ്തുതയിലേക്കാണ് പ്രസ്തുത നിരീക്ഷണം വിരൽ ചൂണ്ടുന്നത്. സൈറ്റിലുടനീളം ലഭിച്ച കത്തിനശിച്ച അവശിഷ്ടങ്ങളുടെ വിപുലമായ തെളിവുകൾ റേഡിയോ കാർബൺ ഡേറ്റിംഗിന്റെയും പോട്ടറി ഡേറ്റിംഗിന്റെയും അടിസ്ഥാനത്തിൽ BC 830 കാലയളവിലേതാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നതും പരിശുദ്ധ ബൈബിളിൽ ഗത്തിന്റെ നാശം അതേ കാലയളവിൽ തന്നെയാണ് എന്നുള്ളതും ബൈബിൾ സംഭവങ്ങളുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ സ്ഥിരീകരിക്കുന്നവയാണ്. ബൈബിൾ സംഭവങ്ങൾ കെട്ടുകഥകളാണെന്ന് പറയുന്നവരുടെ മുന്നിൽ വീണ്ടും ചരിത്ര പ്രാധാന്യമുള്ള ഈ തെളിവുകളുടെ കണ്ടെത്തൽ പരിശുദ്ധ ബൈബിളിൽ പറയുന്നവ ചരിത്ര സംഭവങ്ങൾ തന്നെയെന്ന് വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.